ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ മാളുവാവ വ്ളോഗ്സ്. ഞങ്ങളിന്ന് ഇവിടെ അടുത്ത ഓണം ഫെസ്റ്റ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഓണം ഫെസ്റ്റ് കാണാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഇത് എത്ര ദിവസം കഴിഞ്ഞിട്ട് അപ്ലോഡ് ആക്കാൻ പറ്റുമെന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും ഞാൻ വെറുതെ ഒന്ന് വീഡിയോ എടുക്കുകയാണ് കേട്ടോ, എൻ്റെ ഒരു മനസ്സമാധാനത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ പോയിട്ട് അവിടുത്തെ വിശേഷങ്ങളൊക്കെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഓണം ഫെസ്റ്റ് കാണാൻ വേണ്ടി അവിടെ എത്തി കേട്ടോ. അവിടെ ഫസ്റ്റ് തന്നെ പോകുമ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. എയ്റോപ്ലെയിൻ്റെ മോഡലിലാണ് അത് സജ്ജീകരിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഒരു ഫ്ലൈറ്റിൽ കയറുന്നൊരു ഫീലിംഗ് ആണ് കേട്ടോ നമുക്ക് അതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ. പിന്നെ കുറേ അക്വേറിയങ്ങൾ, ഫിഷുകൾ, പലതരത്തിലുള്ള ഫിഷുകൾ, പിന്നെ കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടി കുറച്ച് കാര്യങ്ങൾ, അല്ലാണ്ട് പ്രത്യേകിച്ച് അതിവിടെ കാണാൻ വേണ്ടിയിട്ടൊന്നും ഉള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല കേട്ടോ. പക്ഷേ അതിൻ്റെ ഉള്ളിലേക്ക് കയറുന്ന ആ ഒരു ഫീലുണ്ടല്ലോ, അത് ഭയങ്കര രസമായിരുന്നു കേട്ടോ. കുറേ ഫ്ലവേഴ്സൊക്കെ സെറ്റ് ചെയ്ത്, പിന്നെ എന്താ പറയുക, നല്ലൊരു ലൈറ്റ് അറേഞ്ച്മെൻ്റൊക്കെ കാരണം നല്ല അടിപൊളി ആയിരുന്നു കേട്ടോ അതിൻ്റെ ഉള്ളിൽ, ആ ഫ്ലൈറ്റിൻ്റെ ഉള്ളിൽ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ കുറേ ഫിഷുകൾ ഇങ്ങനെ നല്ല ഭംഗിയിൽ കുഞ്ഞു ഫിഷുകളൊക്കെ, പലതരത്തിലുള്ള ഫിഷുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കാണാൻ നല്ല രസമാണ്. നാളും വാവയൊക്കെ അതിൻ്റെ ഇടയിലൊക്കെ കയറി ഫോട്ടോ എടുക്കലും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ കുറേ കുട്ടികളും വലിയ ആൾക്കാരൊക്കെ ഒരുപാട് വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല, എന്നാലും ചെറിയ രീതിയിൽ തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ പിന്നെ സ്കൂളൊക്കെ വിട്ട് വന്നിട്ട് ആണ് കേട്ടോ ഞങ്ങൾ പോയത്. അപ്പുറത്തെ വീട്ടിൽ നിന്ന് ചേച്ചിമാരും അവരൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും കൂടെ പോയത്. ഞങ്ങളുടെ വണ്ടിയിൽ പോയി, അവർ വേറെ വണ്ടിയിലാണ് പോയത് കേട്ടോ. പിന്നെ അവിടെ പോയതും ഇങ്ങനെ ഫിഷുകളെയൊക്കെ കാണാൻ, അവരൊക്കെ ഇങ്ങനെ വെള്ളത്തിൽ കൂടെ പോകുന്നത് കാണാൻ നല്ല രസമായിരുന്നു കേട്ടോ. കുറച്ച് നേരം നമ്മളുടെ മൈൻഡൊക്കെ ഫ്രീ ആക്കാൻ വേണ്ടി പറ്റുമായിരുന്നു. പിന്നെ കുറേ മൃഗങ്ങൾ, പക്ഷികൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ, പാമ്പ്, പക്ഷീനെയൊക്കെ നമുക്ക് നമ്മുടെ പിടിക്കാനും ചുമലിൽ വയ്ക്കാനൊക്കെ തരുമായിരുന്നു കേട്ടോ. ഞങ്ങളതൊന്നും ചെയ്തില്ല. പിന്നെ എൻട്രി ഫീസ് 50 രൂപയായിരുന്നു കേട്ടോ. 50 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് എല്ലാം കാണാൻ പറ്റും. പക്ഷേ ഈ പാമ്പിനെയൊക്കെ പിടിക്കണമെങ്കിൽ വേറെ എക്സ്ട്രാ 50 രൂപയോ 100 രൂപയും കണ്ടുണ്ട് തോന്നുന്നു. ഞങ്ങളതൊന്നും ചെയ്തില്ല കേട്ടോ, എനിക്കതൊക്കെ പേടിയുള്ള കാര്യമാണ്. പിന്നെ ഒരു പക്ഷി ഉണ്ടായിരുന്നു, അതിന് നമുക്ക് കണ്ടോ, ആ ചേട്ടൻ പാമ്പിനെ പിടിച്ചിരിക്കുന്നത് കണ്ടോ, അതൊക്കെ കണ്ടപ്പോൾ തന്നെ പേടിയായി കേട്ടോ. ഞങ്ങളതൊന്നും ചെയ്തില്ല. വാവയ്ക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു പാമ്പിനെ പിടിക്കണമെന്നും പക്ഷീൻ്റെ തോളത്ത് വെക്കണമെന്നൊക്കെ, പക്ഷെ ഞാൻ സമ്മതിച്ചില്ല കേട്ടോ, അതൊന്നും ചെയ്തില്ല. പിന്നെ അങ്ങനെ അതിൻ്റെ ഉള്ളിൽ അങ്ങനെ കുറേ സംഭവങ്ങൾ കാണാനുണ്ട് കേട്ടോ. പിന്നെ കുറേ മൃഗങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിൽ ചത്ത് കിടക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ കണ്ടപ്പോൾ എനിക്ക് സങ്കടമായി കേട്ടോ. അതൊന്നും എടുത്ത് മാറ്റിയിട്ടുമില്ല, ഒന്നുമില്ല അവർ. പിന്നെ മലയണ്ണാൻ, തത്തകൾ, ലവ് ബേർഡ്സുകൾ, അങ്ങനെ കുറേ പക്ഷികളും മൃഗങ്ങളും ഒക്കെ ആയിട്ട്, പാമ്പ്, അങ്ങനെയൊക്കെ ആയിട്ട് കുറേ സംഭവങ്ങളുണ്ടായിരുന്നു. എന്തായാലും 50 രൂപ കൊടുത്തിട്ട് കാണാൻ വേണ്ടി മാത്രം അതിലുണ്ടോയെന്ന് എനിക്ക് തോന്നിയില്ല. അങ്ങനെ വലിയ കാര്യങ്ങളൊന്നുമില്ല കാണാൻ വേണ്ടിയിട്ട്. കുറേ പക്ഷികളൊക്കെ, വെറൈറ്റി പക്ഷികളൊക്കെ, പേരൊന്നും എനിക്കറിയില്ല കേട്ടോ. അങ്ങനെയൊക്കെ കണ്ടു. വാവയും മാളും നല്ല എക്സൈറ്റ്മെൻറ്റിലായിരുന്നു കേട്ടോ. അതൊക്കെ കണ്ടപ്പോൾ അവർ ഭയങ്കര ത്രില്ലിലായിരുന്നു. കാരണം അവർ അങ്ങനെ എവിടേക്കും ഞങ്ങളങ്ങനെ പോവാറില്ല കേട്ടോ. പുറത്തൊന്നും പോയിട്ട് അങ്ങനെ ടൂറ് പോവുക കാര്യങ്ങളൊന്നും ഞങ്ങളങ്ങനെ ചെയ്യാറില്ല. അപ്പോൾ നമ്മുടെ നാട്ടിൽ വന്നതല്ലേ, അപ്പോൾ പോയി കാണാതിരുന്ന മോശമല്ലേ എന്ന് പറഞ്ഞിട്ട് ഞാൻ പിള്ളേരെ കൊണ്ട് പോയതാണ് കേട്ടോ. കിച്ചു വന്നില്ല കേട്ടോ, അവൻ വരുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനും മാളും വാവയും കൂടി വണ്ടിയിൽ പോയി. അങ്ങനെ അവർക്ക് ചെറിയ ആഗ്രഹങ്ങളൊക്കെ നമ്മൾ സഹായിച്ചു കൊടുക്കണ്ടേ. പിന്നെ കളിക്കാനുള്ള സെക്ഷനിലേക്ക് പോയി കേട്ടോ. അവിടെയും പ്രത്യേകിച്ച് യന്ത്രഊഞ്ഞാലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിലൊന്നും ഞാൻ അവരെ കയറ്റിയില്ല. ഒരു ട്രെയിനിൽ ഞങ്ങളെല്ലാവരും കൂടെ കയറിയിട്ടോ. അതിലൊരാൾക്ക് കയറാൻ 80 രൂപയായിരുന്നു. അത് ആ പോകുന്ന ട്രെയിനില്ലേ, അതിലങ്ങനെ കയറി. അതിങ്ങനെ 3-4 വട്ടം ഇങ്ങനെ റൗണ്ട് ചെയ്തിട്ട് വരിക, അല്ലാണ്ട് പ്രത്യേകിച്ചൊന്നുമില്ല കേട്ടോ. പക്ഷേ ഒരു രസമല്ലേ. പിന്നെ കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ട് അവിടെ സ്വിമ്മിംഗ് പൂള് പോലത്തെ ഒരു സംഭവം ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ പോയി ഒരു ചായയും ഒരു ഐസ്ക്രീമൊക്കെ കഴിച്ചു. ഞാൻ കുടിച്ചില്ല കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് വിശേഷം. ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ.